മിൻസ് മീറ്റിൽ നമ്മൾ സ്പൈസസും കുറച്ച് ഹെർബ്സും ഒക്കെ ഇട്ടാണ് നമ്മൾ സീഖ് കബാബ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് സീഖ് കബാബും എൻ്റെ കൂടെ ഒരു ചട്നിയും അത് വെച്ചിട്ട് നല്ലൊരു റോളുമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഞാൻ മഹിമാസിമോൻ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ ചിക്കൻ സീഖ് കബാബ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ബോൾ എടുക്കാം. ഈ ബോളിലേക്ക് ഇടാൻ പോകുന്നത് 250 ഗ്രാം മിൻസ് ചിക്കനാണ്. ചിക്കൻ ബ്രസ്റ്റ് തൈസ് ഒക്കെ ഉപയോഗിക്കാം. ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് മിക്സിയിലിട്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുക. നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടണം, ഇതേപോലെ പേസ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. വെള്ളം വാലാനായിട്ട് കുറേ നേരം വെച്ചിട്ട് ഒരു തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് നന്നായിട്ട് ഉപ്പിയെടുത്തിട്ട് വേണം മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഒട്ടും വാട്ടർ കണ്ടൻറ്റ് പാടില്ല. ഇതിലേക്ക് ഒരു മീഡിയം സവോള ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കാം. കുറച്ച് മല്ലിയില, കുറച്ച് പുതിന ഇല, ഒരു ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ. 1 ടീസ്പൂൺ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത ഇഞ്ചി, 1.5 ടീസ്പൂൺ ഫൈൻ ചോപ്പ് ചെയ്ത ഗാർലിക്, ഒരു ചെറിയ പച്ചമുളക് ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ എരിവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ബ്ലാക്ക് സോൾട്ട് അല്ലെങ്കിൽ ഇന്ദുപ്പ് 1 ടീസ്പൂൺ, കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ, റോസ്റ്റഡ് ക്യുമിൻ പൗഡർ ജീരകം വറുത്ത് പൊടിച്ചത് റോസ്റ്റ് ചെയ്ത് പൊടിച്ചത് 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ലൈം ജ്യൂസ് ഒരു 1/2 ടീസ്പൂൺ. അതായത് ഞാൻ കുറച്ച് ചീസും കൂടെ ഗ്രേറ്റ് ചെയ്തിടും. അതൊരു ബൈൻഡിങ്ങിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടിയാണ്. ചീസ് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. ചീസ് ഇല്ലാതെ നമ്മളിത് ഉണ്ടാക്കും. ചീസ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ വെച്ചോടെ നല്ലൊരു ടെക്സ്ചറായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചീസ് ചേർക്കുന്നത്. 1 ക്യൂബ് പ്രോസസ് ചീസാണ്, 1 ക്യൂബ് ചേർക്കുക. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ബട്ടറോടെ ചേർക്കണം. 1 ടേബിൾ സ്പൂൺ ബട്ടർ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഫുഡ് പ്രോസസ്സറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇറച്ചി മിൻസ് ചെയ്ത ശേഷം അതിനകത്തേക്ക് ഈ അണിയൻസും ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് ഒറ്റൊരു പൾസോടെ ചെയ്ത് വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ നന്നായിട്ട് കമ്പൈൻ ചെയ്താൽ മതി. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സവാളയൊക്കെ ഫൈൻ ചോപ്ഡ് ആയിരിക്കണം. എല്ലാ സാധനങ്ങളും വളരെ ഫൈനായിട്ട് വേണം ചോപ്പ് ചെയ്തെടുക്കാൻ. ഇനി അതിലേക്ക് കുറച്ച് പൊടികൾ കൂടി ഇടാനായിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/2 ടീസ്പൂൺ മതി, ഗരം മസാല 1/4 ടീസ്പൂൺ. വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ഈ മിക്സ്ചർ റെഡിയാണ്. ഇനി ഇത് കവർ ചെയ്ത് ഫ്രിഡ്ജിലൊരു 30 മിനിറ്റെങ്കിലും മിനിമം വെക്കുക. അപ്പോൾ അതൊന്നുകൂടെ ഒരു ഫേം ആവും. നമുക്ക് പിടിക്കാനായിട്ടൊക്കെ എളുപ്പമാണ്. സീഖ് കബാബ് ഫോം ഉണ്ടാക്കാനായിട്ട് അതാണ് ഇച്ചിരി എളുപ്പം. കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത ശേഷം ചെയ്യുക. സീഖ് കബാബിൻ്റെ മിക്സ്ചർ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് അതിനുള്ള ചട്നി ഉണ്ടാക്കണം. എപ്പോഴും നമ്മൾ കബാബ്സ് സെർവ് ചെയ്യുന്നത് മിൻ ചട്നിയുടെ കൂടെയാണല്ലോ. അപ്പോൾ ഇന്ന് അതേപോലത്തെ ഒരു മിൻ ചട്നി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ചെറിയ പിടി, ഒരു ചെറിയ ഹാൻഡ്ഫുൾ മല്ലിയില, ഒരു പച്ചമുളക്, ഒരു ചെറിയ പിടി പുതിന ഇല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ബ്ലാക്ക് സോൾട്ടാണ് ചേർക്കുന്നത്. കൂടാതെ കുറച്ച് ജീരകം കൂടെ ചേർക്കാം. ജീരകം ഞാൻ എടുത്തേക്കുന്ന ഒരു 1/4 ടീസ്പൂൺ ഹീപ്ഡ് ആയിട്ടാണ്, അത്രയും മതിയാവും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. ഇത് അരയാനുള്ള എളുപ്പത്തിന് കുറച്ച് തൈരൂടെ ഒഴിച്ച്, വെള്ളത്തിന് പകരം കുറച്ച് തൈരൂടെ ഒഴിച്ച് അരച്ചെടുക്കാം. 2-3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് അരച്ചെടുക്കാം.
മിൻ ചട്നി റെഡിയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പും ഒക്കെ ചെക്ക് ചെയ്യുക. ഞാനിതൊരു സോസ് ബോളിലേക്ക് മാറ്റുകയാണ്. മിൻ ചട്നിയും റെഡിയാണ്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമ്മൾ സീഖ് കബാബ് സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ സെർവ് ചെയ്യാം. റോളായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചപ്പാത്തിക്കകത്താണോ റുമാലി റൊട്ടിക്കകത്താണോ എവിടെയാണ് സെർവ് എന്ന് വെച്ചാൽ അതിനകത്ത് സ്പ്രെഡ് ചെയ്തിട്ട് വേണമെങ്കിലും ഈ മിൻ ചട്നി ഉപയോഗിക്കാം. ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ സീഖ് കബാബ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ സാധാരണ സീഖ് കബാബ് നമ്മൾ കാണുന്നത് സ്റ്റീൽ അല്ലെങ്കിൽ മെറ്റൽ സ്ക്യൂവേഴ്സിലാണ്. നമ്മൾ വീടുകളിൽ ചെയ്യാനുള്ള സൗകര്യത്തിനായതുകൊണ്ട് ഞാൻ കാണിക്കുന്നത് ഇതേപോലെ ചോപ്സ്റ്റിക്കിൻ്റെ അറ്റത്തോ അല്ലെങ്കിൽ ബാംബു സ്ക്യൂവേഴ്സിലൊക്കെ നമുക്ക് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ചോപ്സ്റ്റിക്കാണ്. ചോപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു കട്ടിയായിട്ടുള്ള പോർഷനാണ് ഉപയോഗിക്കുന്നത്. ചെറുതായിട്ടൊന്ന് ഓയിൽ ചെയ്തിട്ടുണ്ട്. ചെറിയ ഉരുള എടുക്കുക. അപ്പോൾ ഇത് അവനിലൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ എപ്പോഴും രണ്ട് എൻഡ് ഒന്ന് ഇതേപോലെ ജോയിൻ്റ് ആയിട്ട് വെക്കണം. അങ്ങനെ ചെയ്യുക. അല്ലാതെ ചെയ്യുവാണെങ്കിൽ നമ്മൾ തവ വെച്ച് ചെയ്യുമ്പോൾ ഇത് ഊരിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് സ്മൂത്താക്കി കൊടുക്കുക. അപ്പോൾ സ്മൂത്താക്കാനായിട്ട് കയ്യിൽ ഇച്ചിരി വെള്ളമോ വെള്ളം തൊട്ടിട്ട് വേണമെങ്കിൽ ഇതുപോലെ സ്മൂത്താക്കി എടുക്കണം. ഇതേപോലെ ബാക്കിയുള്ളത് ചെയ്യാം. നമ്മളിപ്പം ഇത് ഡയറക്റ്റ് അല്ല ചെയ്യുന്നത്, ഇത് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് റിമൂവ് ചെയ്ത് പ്ലേറ്റിലേക്ക് വെക്കാം. ഇച്ചിരി ഓയിൽ വീണ്ടും അപ്ലൈ ചെയ്യുക. ഇതേപോലെ ബാക്കിയുള്ളത് ചെയ്യുക. ഈ ഒരു സൈസിലുള്ള ഒരു മീറ്റിൻ്റെ ബോളാണ് എടുക്കുന്നത്. ഇതേ രീതിയിൽ ബാക്കിയുള്ള മീറ്റ് വെച്ചിട്ടും ചെയ്യാം. ഇത് ഓരോന്നും ഗ്രില്ല് ചെയ്തെടുക്കാം. ഗ്രില്ല് ചെയ്യാനായിട്ട് വളരെ കുറച്ച് ഓയിൽ കൊടുക്കാം. ഞാൻ ഉപയോഗിച്ചേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ഒക്കെ ഉപയോഗിക്കാം. സീഖ് കബാബ് കുക്ക് ചെയ്യുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. അയൺ പാത്രം ആയതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഹീറ്റിലാണ് കുക്ക് ചെയ്യുന്നത്. എല്ലാ സൈഡും ഒരേപോലെ ബ്രൗണിങ് ആവണം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടേൺ ചെയ്ത് ഓരോ സൈഡും കുക്ക് ചെയ്യുക. നമ്മളിന്ന് ഞാൻ കാണിക്കുന്നത് ചപ്പാത്തിക്കകത്ത് വെച്ച് റോൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് വലിയ സീഖ് കബാബ് അല്ല ഉണ്ടാക്കുന്നത്, ഈ ഒരു വലുപ്പത്തിലാണ് ഉണ്ടാക്കുക. ഇപ്പം നമ്മൾ തന്നേക്കുന്ന റെസിപ്പിയിൽ നമുക്കൊരു 6 സീഖ് കബാബ് ഉണ്ടാക്കാം. ഇന്നിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 5 എണ്ണമാണ്. ചെറുതാക്കി വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒരേപോലെ ആയി കഴിയുമ്പോൾ കുക്ക്ഡ് ആയിട്ടുണ്ടാവും. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് നോക്കുക. അകം നല്ല ക്ലിയർ ആയിട്ടാണെങ്കിൽ കുക്ക്ഡ് അല്ലെങ്കിൽ നമുക്ക് പിങ്ക് മീറ്റ് പോലെ കാണും, പിങ്ക് കളറിൽ കാണും. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ സീഖ് കബാബും ചട്നിയും റെഡിയാണ്. നമുക്കിനിയും റോളായിട്ട് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അതിനൊരു ഫില്ലിംഗ് കൊടുക്കാനായിട്ട് ഒരു ചെറിയൊരു സാലഡ് പോലെ സവാളയൊക്കെ വെച്ചിട്ട് ചെറുതായിട്ട് സാലഡ് പോലെ ഉണ്ടാക്കാം. സവാള മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു സവാള എടുത്തേക്കുന്നത്. ഞാൻ ഇപ്പോൾ 2 സീഖ് കബാബ് റോൾസ് ആയിരിക്കും കാണിക്കുന്നത്. അതിന് കണക്കാക്കി എടുത്തേക്കുന്നത്. അതിനൊരുള്ള ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ ഒരു ഇട്ടിട്ടുള്ളൂ. അതേപോലെ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് ആവശ്യമുള്ള ഉപ്പ്. ഞാൻ ബ്ലാക്ക് സോൾട്ടാണ് ഉപയോഗിക്കുന്നത്. ജീരകം പൊടിച്ചത്, റോസ്റ്റ് ചെയ്ത് പൊടിച്ചതാണ്. അതൊരു വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി. ലൈം ജ്യൂസ് 1/2 ടീസ്പൂൺ.
കുറച്ച് മല്ലിയില. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് ചാട്ട് മസാലയും കൂടി ഇടണം. സാലഡിലേക്ക് കുറച്ച് പെപ്പർ, ഒരു നുള്ളു പെപ്പറോ അല്ലെങ്കിൽ ഗ്രീൻ ചില്ലി വേണമെങ്കിലും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വേണമെങ്കിലും ചേർക്കാം. റോളിനകത്ത് വെക്കാനായിട്ടുള്ള സാലഡും റെഡിയാണ്. അപ്പോൾ സീഖ് കബാബ് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. ഇങ്ങനെ സെർവ് ചെയ്യുവാണ്, റോളല്ലാതെ സ്നാക്കായിട്ടോ അല്ല ഷോർട്ട് ഈറ്റായിട്ടൊക്കെ സെർവ് ചെയ്യാം. സെർവ് ചെയ്യുവാണെങ്കിൽ എപ്പോഴും ഇച്ചിരി നാരങ്ങ ഒഴിക്കുക, നാരങ്ങ ലൈം ജ്യൂസ് ഒഴിക്കുക. കൂടാതെ കുറച്ച് ചാട്ട് മസാല സ്പ്രിങ്കിൾ ചെയ്ത് ഈ ചട്നിക്കൊപ്പം നമുക്ക് സെർവ് ചെയ്യാം. പിന്നെ നമ്മൾ റോളായിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പം റോൾ ഉണ്ടാക്കാനായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അസംബിൾ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് റോൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചപ്പാത്തിക്കകത്താണ്, ഇച്ചിരി ഹെൽത്തിയർ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലെയർ ചപ്പാത്തിയായിട്ട് നമ്മൾ കാണിച്ചായിരുന്നു. ആ ചപ്പാത്തി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചപ്പാത്തിക്ക് വേറെ റുമാലി റോട്ടിക്കകത്തോ പാറാട്ടായ്ക്കകത്തോ ഒക്കെ വെച്ചിട്ട് റോൾ ചെയ്യാം. ആദ്യം കുറച്ച് ചട്നി, മിൻ ചട്നി കുറച്ച് ചേർത്തേക്കാം. കുറച്ച് സാലഡ്, ഇതിലേക്ക് ഒരു കബാബ് വെക്കാം. ഈ എൻഡ് മടക്കാം. മടക്കിയ ശേഷം ഇതേപോലെ റോൾ ചെയ്യാം. ഈ ഇവിടെ കാണുന്ന രീതിയിൽ നമ്മൾ വെക്കുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ രണ്ട് സൈഡും വെച്ചിട്ട് വേണമെങ്കിലും മടക്കാം. ഇതേപോലെ റോൾ ചെയ്തെടുക്കുക. ഇതേ രീതിയിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള റോൾസും റെഡിയാക്കി എടുക്കുക. നമ്മുടെ സീഖ് കബാബ്, ചിക്കൻ സീഖ് കബാബ് റോൾസ് എല്ലാം ചെയ്തു. നമുക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചേക്കുന്ന അളവിൽ 5 to 6 നമ്പേഴ്സാണ് നമുക്ക് കിട്ടുക. അപ്പം ഒരു 5 ചപ്പാത്തി ഉണ്ടെങ്കിൽ നമുക്കൊരു 5 സീഖ് കബാബ് റോൾസ് ചെയ്യാം. ഈ ഒരു റെസിപ്പി കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ നല്ലതാണ്, ഓഫീസിൽ ലഞ്ചായിട്ട് കൊണ്ടുപോകാൻ നല്ലതാണ്, അല്ലെങ്കിൽ നമുക്ക് ഡിന്നറായിട്ടോ മീലായിട്ടൊക്കെ കഴിക്കാൻ നല്ലൊരു ഓപ്ഷനാണ്. എപ്പോഴും നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചിക്കൻ ഓവറായിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല. കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ ആവും. ഇപ്പോഴും നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ ഇച്ചിരി ഫാറ്റോടുള്ള മീറ്റ് ഉപയോഗിക്കുക. പിന്നെ ഓവറായിട്ട് കുക്ക് ചെയ്യാതെ ഇരിക്കുക. ഞാൻ ഇന്ന് ഉപയോഗിച്ചേക്കുന്നത് ചിക്കൻ ബ്രസ്റ്റും ചിക്കൻ തൈസൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പം ചിക്കൻ ബ്രസ്റ്റ് തന്നെ ഉപയോഗിക്കാം, ചിലപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവും. ഇച്ചിരി ചിക്കൻ തൈസും കൂടെ ഉണ്ടെങ്കിൽ നല്ല ജ്യൂസി ആയിട്ടിരിക്കും. അപ്പോൾ ഇതേ ടിപ്സൊക്കെ ഫോളോ ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈമാസ് കുക്കിംഗ് ക്ലാസ്.